ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 5 ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ വീഡിയോ സീരീസിന് സപ്പോർട്ട് വളരെ കുറവാണ്. യൂട്യൂബ് അനലിറ്റിക്സിലൊക്കെ സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. സോ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ട്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമന്റ്സ് തീർച്ചയായിട്ടും വേണം. കമന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് അതൊരു റീച്ച് കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യണം. സോ നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഷാറിന് ഇടാനായിട്ട് ഹിനാവ് ഒരു ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അവളെക്കാട്ടിലും വലിയൊരു ഡ്രസ്സ്. അങ്ങനെ അവസാനം നിനക്ക് ഇടാനൊരു ഡ്രസ്സ് കണ്ടുപിടിച്ചു. ആ ഡ്രസ്സിന് കുറച്ച് വലിപ്പമുണ്ട്, പക്ഷെ എന്നാലും അത് നിനക്ക് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഇപ്പോൾ ഹിനാവോ ചിഹിരോയോട് പറയുന്നുണ്ട്, ഞാൻ തന്ന ഇൻഫർമേഷൻ അപ്പം എന്തായാലും ഗുണമുള്ളതായിരുന്നല്ലോ. നന്ദിയുണ്ട് ഹിനാവോ, നീ തന്ന ഇൻഫർമേഷൻ ഒരു വലിയ സഹായമായിരുന്നു. പക്ഷേ ആ മന്ത്രവാദികൾ എന്തിനാ ഈ കൊച്ചുകുട്ടിയുടെ പുറകെ നടക്കുന്നതെന്ന് ഹിനാവോ ചോദിക്കുന്നു. അതാണ് എനിക്കും അറിയേണ്ടതെന്ന് ചിഹിരോ പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രയും നേരം അവിടെ ചാടി കളിച്ചുകൊണ്ടിരുന്ന ഷാർ ആണെങ്കിൽ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ എന്തു പറ്റി? എനിക്ക് വിശക്കുന്നു. ഞാൻ സോബ കഴിച്ചതാണ്, പക്ഷെ അത് കുറച്ചല്ലേ കഴിക്കാൻ പറ്റിയുള്ളൂ, തീർക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷാർ മയങ്ങി വീഴുന്ന പോലെ ഓവർ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ ഇവള് ചത്തോ? സോറി, ഇവിടെ കഴിക്കാനൊന്നും ഇരിപ്പില്ല. അത് കുഴപ്പമില്ല, ഞാൻ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. പിന്നെ ഷാറിന്റെ മുകളിൽ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടാകണം ഹിനാവോ. അത് ഞാൻ ഏറ്റു. അങ്ങനെ നമ്മുടെ ചിഹിരോ ഷിബയുടെ കാറിൽ ഫുഡ് വാങ്ങാനായിട്ട് പോവാണ്. ഇപ്പൊ അവന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത് കാണാം. മുൻപ് ആ മന്ത്രവാദിയെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ കോളറിന് പിടിക്കുമ്പോഴും ഇവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷിബ ചോദിക്കുന്നുണ്ട്, ചിഹിരോ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഒരു വലിയ ഫൈറ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പൊ ദേ ഈ ഫൈറ്റും. നീ ആകെ തളർന്നിരിക്കുക, അതാ കാര്യം. നീ ഒന്ന് ബ്രേക്ക് എടുക്ക്, ഒന്ന് ചാർജ് ആവട്ടെ. നീ എന്തായാലും ഇവിടെ ഇങ്ങനെ അധിക സമയം കറങ്ങിത്തിരിയണ്ട. എന്റെ കാറും എടുത്ത് ഷാറിനെയും കൂട്ടിക്കൊണ്ട് പൊക്കോ. ഈ സിലിണ്ടർ തലേന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഈ മന്ത്രവാദിയെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടുന്ന വിവരങ്ങൾ ചിഹിരോയ്ക്ക് അപ്ഡേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ശിവ പോയത്. അപ്പോൾ കാറിൽ ഇതൊക്കെ ആലോചിച്ച് ചിഹിരോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ആരോ തുമ്മുന്ന ഒരു ശബ്ദം. നോക്കുമ്പോ ദേ ബാക്ക് സീറ്റിൽ ഷാർ. അപ്പൊ തന്നെ ചിഹിരോ ഹിനാവോയെ വിളിക്കുന്നുണ്ട്. അല്ല ഹിനാവോ, ഇതെന്തൊക്കെയാ നടക്കുന്നേ? കാറിലേക്ക് കയറുന്നതിന് മുന്നേ നീ ഒന്ന് വാഷ്റൂമിൽ പോയിരുന്നില്ലേ? ആ സമയത്താ അവള് കാറിൽ കയറി ഒളിച്ചിരുന്നത്. ഇവൾ എങ്ങനെ കയറി എന്നല്ല ഞാൻ ചോദിച്ചത്, ഇവൾ എന്തിനാ കയറിയതെന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ പുറത്തൊക്കെ പോയി കുറച്ച് ശുദ്ധവായു ശ്വസിക്കണമെന്ന് ഷാർ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് അവളെ കയറാൻ സമ്മതിച്ചതെന്ന് ഹിനാവോ പറയുന്നുണ്ട്. എന്നിട്ട് അവള് പറയുന്നു, ഞാൻ പിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ഇതാണ് ഏറ്റവും നല്ല തീരുമാനം. കാര്യം ഷാറിനെ മന്ത്രവാദികളാണല്ലോ ഈ ചേസ് ചെയ്യുന്നത്. എന്റെ ഈ ഷോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാരാ? അത് മന്ത്രവാദികള്. അപ്പോ ഇവളെ ചേസ് ചെയ്യുന്ന ഈ മന്ത്രവാദികളിൽ ആരെങ്കിലും ഇവിടെ വന്ന് ഇവളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് അവരെ തടയാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. സോ ഷാർ ഇപ്പൊ ടൗണിൽ നിന്റെ ഒപ്പം ഉള്ളതാണ് ചിഹിരോ, അവൾക്ക് സേഫ്റ്റി. ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചിഹിരോ എടുത്ത് ഷാർ ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന്. എല്ലാം നീ കാരണമാണെന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്. ഹിനാവോ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വെറുതെ ശുദ്ധവായു കൊള്ളണമെന്നുള്ള സില്ലി കാര്യങ്ങൾക്കൊക്കെ നിനക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ ഷാർ പറയുന്നുണ്ട്, കുറെ നാൾ അവളെ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഇപ്പൊ ഇത്ര ആഗ്രഹമെന്ന്. പിന്നെ ആ ദുഷ്ടന്മാരിനി കയറി വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ട്രിപ്പിൾ സ്ട്രോങ് അല്ലേ ചിഹിരോ? അല്ല, നിന്നെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവര് പിടിച്ചോണ്ട് പോയതാ. എന്തിനാ നിന്നെ അവര് പിടിച്ചോണ്ട് പോയെ? ഇപ്പൊ അതിനാണെങ്കിൽ പതിവ് പോലെ ഉത്തരവില്ല. നിനക്ക് ഇപ്പോഴും പറയാൻ ഉദ്ദേശമില്ലല്ലേ? ഞാൻ എന്റെ ജീവൻ കൊടുത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വരുന്ന ശത്രുക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നെങ്കിലും ഞാൻ അറിയണ്ടേ? വീണ്ടും ഉത്തരവൊന്നുമില്ല. ഇപ്പൊ മുൻപ് ആ മന്ത്രവാദി ഫൈറ്റിനിടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ ഇവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് ഇവളുടെ അമ്മ മരിച്ചതൊക്കെ. സോ ആ ഒരു ട്രോമ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാകും ഇവളൊന്നും പറയാത്തതെന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചിഹിരോ ചോദിക്കുന്നു. ഇപ്പൊ അതിന് ഒരു സാൻഡ്വിച്ച് വേണമെന്നും പറഞ്ഞ് ഷാർ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മന്ത്രവാദിയുടെ ഇൻട്രോഗേഷൻ സീൻസിലേക്ക് പോകാം ഗൈസ്. അയാളെ ഇപ്പൊ ശിവ കൊണ്ടുവന്ന് ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ മന്ത്രവിദ്യകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്ത് സ്ഥലമാണ്? എടാ, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാനാ, അതിനുള്ള ഉത്തരം പറയാനല്ലാതെ നീ നിന്റെ വാ തുറന്നു പോകരുത്. ആ ഒരു എൻചാന്റഡ് ബ്ലേഡ് എവിടെയാണുള്ളതെന്ന് നിനക്കറിയാം അല്ലേ? എന്ന് തന്നോടാര് പറഞ്ഞു? ഇപ്പൊ ഷിബയാണെങ്കിൽ ഇവന്റെ കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചോണ്ട് പറയുന്നുണ്ട്, നിന്റെ ഈ ഡ്രാമ നിർത്ത്, എന്നിട്ട് നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറ. എന്നെ കൊണ്ട് സത്യം പറയിക്കാൻ ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊന്നും പോരാ മോനെ എന്ന് അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷിബ നല്ല പവറിൽ ചവിട്ടുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ തറ ഫുള്ള് പൊളിഞ്ഞിട്ടുണ്ട്, അവന്റെ കാല് ചമ്മന്തിയായി കാണും. പറയടാ, എവിടെ ഉണ്ടായ എൻചാന്റഡ് ബ്ലേഡ്? ഞാനത് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ചാകും. ഞാൻ നിനക്കൊക്കെ ഒരു വാണിംഗ് തരാം, ഇനി ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ കൊച്ചിനെ മര്യാദയ്ക്ക് വിട്ടു തന്നു. ഈ പ്രശ്നത്തിന്റെ ഒന്നും ഇടയിൽ വന്ന് കയറേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. ഇതിന്റെയൊക്കെ പിന്നിലെ പവർ ഉണ്ടല്ലോ, അത് നീയൊക്കെ ഊഹിക്കുന്നതിലും ഒരുപാട് അപ്പുറം. ഇപ്പോൾ ബാബിലോണിയ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചിഹിരോ ഷാറിനായിട്ട് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്.
ഇപ്പോ ഷാറ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഇപ്പൊ ചിഹിരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്കും നന്ദിയുണ്ടെന്നോ? അതെങ്ങനെ ശരിയാവും? ഈ കാറിൽ ഇപ്പൊ ഇവള് മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. സാൻഡ്വിച്ച് കഴിക്കുന്നതൊക്കെ കൊള്ളാം, കാർ അലമ്പാക്കാതിരുന്ന് കഴിച്ചോണോ എന്ന് ചിഹിരോ പറയുന്നു. നല്ല കിടില സാൻഡ്വിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവളിപ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്കിനിയും തിരിച്ചു പോയാലോ? ഇപ്പോൾ ടണ്ട എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ചിഹിരോ വീണ്ടും വണ്ടി ചവിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടുന്ന് അവരൊരു ഐസ്ക്രീമാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാറ് പറയുന്നുണ്ട്, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫിനാലയിൽ അവസാനിപ്പിക്കണം. ആഹാ, എന്ത് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫിനാലെ എന്നിപ്പോൾ അവൾ പറയുന്നുണ്ട്. ഓ, ഈ ഐസ്ക്രീം ആണോ നിന്റെ ഫിനാലെ എന്നിപ്പോൾ ചിഹിരോ ചോദിക്കുന്നു. കാറ് വൃത്തികേടാക്കാതിരുന്ന് കഴിച്ചോണോ എന്ന് അവൻ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പൊ ഷാറാണെങ്കിൽ ആ ഐസ്ക്രീം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഓ, എന്റെ ചെവി തരിക്കുന്നു എന്ന് അവൾ പറയുന്നു. ഇപ്പൊ ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഐസ്ക്രീം തിന്നുമ്പോൾ സാധാരണ വായിലല്ലേ ഒരു തരിപ്പ് വരാറുള്ളതെന്ന്. ഇനി നമുക്ക് തിരിച്ചു പോയാലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത ബ്ലൂം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ വീണ്ടും കൊണ്ട് കാർ ചവിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഐറ്റം എന്നും പറഞ്ഞ അവൾ ഒരു ഷെയ്ക്ക് മേടിച്ചിട്ടുണ്ട്. കഴിച്ച സാധനങ്ങളെല്ലാം ഇതങ്ങ് കഴുകി ഇറക്കിക്കോളൂ എന്ന് അവള് പറയുന്നു. അപ്പൊ ഇതിനു മുമ്പ് ആ കഴിച്ച ഫിനാലെ എന്തായിരുന്നു എന്ന് ഇപ്പൊ ചിഹിരോ ഇവളോട് ചോദിക്കുന്നു. കാർ അലമ്പാക്കരുത് എന്ന് ചിഹിരോ ഫുള്ള് പറയുന്നതിന് മുമ്പേ അവൾ അവിടെ ഷെയ്ക്ക് വലിച്ചു കുടിക്കാൻ തുടങ്ങി. കഴിച്ച ഫുഡെല്ലാം അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ ഷെയ്ക്ക് വല്ലതും കുടിച്ച് കഴുകി ഇറക്കണം എന്നവള് പറയുന്നുണ്ട്. കഷ്ടം തന്നെ ചിഹിരോ, നിനക്കിതൊന്നും അറിഞ്ഞൂടാ? ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ആരാണെന്ന ഇവളുടെ വിചാരം. ഇപ്പൊ ഇതേ സമയം വേറൊരിടത്ത് ഒരുത്തനെ ഇങ്ങനെ തല്ലി റെഡിയാക്കി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ നേരെ മുന്നിൽ ടബിൽ കിടക്കുന്ന ഒരുത്തൻ അവനോട് പറയുന്നുണ്ട്, നീ തന്ന റിപ്പോർട്ടിന് നന്ദി, സൂക്ഷിച്ചേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാവൂന്ന് ഞാൻ ആ ഡാരുമ ഡോൾസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആ പൊട്ടനോട് 100 ആവർത്തി പറഞ്ഞതാ. അതേപോലെ നീ അവിടെ നടന്ന ആ ഷോ മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് അതിനുശേഷം ആ പെൺകൊച്ചിനെ പിന്തുടരാതെ അതെല്ലാം വന്ന് എന്റെ മുന്നിൽ വിളമ്പാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഇപ്പൊ ആ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നവന്റെ കണ്ണൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കാതെ അങ്ങ് കൊന്നുകളാ. ഇപ്പൊ മറ്റേ ആളാണെങ്കിൽ അവിടെ ഇരുന്ന് കള്ളൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല ത്രില്ലിങ്ങാ. ഒരു ഗോൾഡ് ഫിഷ് എൻചാന്റഡ് ബ്ലേഡ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡോൾസ് കൊണ്ട് നടക്കുന്ന പൊട്ടൻ തോറ്റത്. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അപ്പൊ 6 ബ്ലേഡ് അല്ല ഉള്ളത്. പക്ഷെ ആ പയ്യന്റെ കയ്യിൽ ആ ബ്ലേഡ് എങ്ങനെ എത്തി? മൊത്തത്തിൽ ഭയങ്കര നിഗൂഢതകളാണല്ലോ. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഗാർഡ്സിന്റെ അടുത്ത് ഇയാള് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും വിവരം വേറെ ആർക്കെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ലാന്ന് അവന്മാര് പറയുന്നുണ്ട്. ഓ, അപ്പൊ കണ്ടുപിടിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ എന്ന് ഇയാൾ ചോദിക്കുന്നു. അപ്പം നമ്മുടെ സ്ട്രാറ്റജി മാറ്റാൻ സമയമായി, ആ റിസ്ക് ഉള്ള പരിപാടി തന്നെ അങ്ങ് ചെയ്യാം. ആ കുട്ടിയെ ഇടുന്ന കൂട് തുറക്ക് എന്ന് അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇതെന്താണെന്ന് കറന്റ്ലി നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഷാറാണെങ്കിൽ ഒരു കൂട്ടിലാണ് കിടന്നതെന്ന് അവൾ മുമ്പ് ചിഹിരോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതാണോ അതോ വേറെ ഏതെങ്കിലും വലിയ പവർ അൺലീഷ് ചെയ്യുന്ന കാര്യമാണോ ഇയാൾ പറഞ്ഞതെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ ഷാറാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നിനക്ക് തൃപ്തിയായോ എന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഉടനെ ചിഹിരോ പറയുന്നുണ്ട്, ആയാലും ഇല്ലെങ്കിലും ഞാൻ ആയി എന്നങ്ങ് കരുതുകയാണെന്ന്. ഇപ്പോ ഷാറ് പറയുന്നുണ്ട്, ഞാൻ കുറെ നാള് ഒരു ഇരുണ്ട കൂട്ടിലായിരുന്നു. അവിടെ അവരാകെ തരുന്നത് ഈ മഷി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്, അതായത് ഈ സോഫ്റ്റ് സ്പോഞ്ച് ലൈക്ക് ഫുഡ് ഐറ്റംസ്. ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ അമ്മ എന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓഹോ, അങ്ങനാണോ? ഇപ്പോ ഷാർ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഉടനെ ചിഹിരോയ്ക്ക് ഒരു ഫോൺ വരുന്നു. ഇപ്പൊ സിഗ്നലായി. അവനിപ്പോ വണ്ടി നിർത്തിയിട്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ, ഞാനാടാ, ഷിബയാ. മിസ്റ്റർ ഷിബ, പറയൂ, നീ ഇപ്പൊ എവിടാ? ഞാനിപ്പോ നിങ്ങളുടെ കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അതൊരു വലിയ കഥയാ. അല്ല, ആ മന്ത്രവാദി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞു. നമുക്ക് നമ്മുടെ അടുത്ത ടാർജറ്റിന്റെ പേരും വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അടുത്ത ടാർജറ്റോ? ആരാ അത്? സോ ഗൈസ്, നമ്മൾ മുൻപ് കണ്ട ആ ബാത്ടബിൽ കിടക്കുന്നവനെ പറ്റിയാണ് ഷിബൈ പറയുന്നത്. അവന്റെ പേര് ഗനിച്ചി സോജോ. ഈ ജപ്പാനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു വെപ്പൺസ് ഡീലറാണ്. അണ്ടർവേൾഡിലെ ഒരു വലിയ പുലിയാണ് കക്ഷി. ഈ ഇരിക്കുന്ന സിലിണ്ടർ തലയൻ അവന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവനിപ്പോൾ ഷാറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. അതേപോലെ തന്നെ അവന്റെ കയ്യിലാണ് ക്ലൗഡ് ഗൗജർ ഉള്ളത്. ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ട്. പച്ച കത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അവള് സൈഡിലേക്ക് നോക്കുമ്പോൾ വിയേഡായിട്ടുള്ള കുറച്ച് ആൾക്കാർ കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിഹിരോയുടെ ഇപ്പുറത്തുണ്ട്. ഇപ്പൊ ഈ സിലിണ്ടർ തലയം പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഈ സോജോയുടെ കയ്യിൽ ആ എൻചാന്റഡ് ബ്ലേഡ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന്മാർക്ക് ആ ഹിഷാക്കുവുമായിട്ട് കണക്ഷൻ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ടെന്ന് ഷിബ പറയുന്നു. ഇപ്പോൾ ചിഹിരോ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ആ റോഡിലേക്ക് ഇങ്ങനെ പൊതഞ്ഞു പോകുന്നുണ്ട്. എന്തൊക്കെയോ വിയേഡായിട്ടുള്ള ബ്ലാക്ക് ലൈൻസ് ഒക്കെ ഇപ്പൊ റോഡിൽ ഫോം ആവുന്നുണ്ട്. ഇപ്പൊ ആ റോഡിൽ ഈ കാറുകളുടെ എല്ലാം ഫ്രണ്ടിലായിട്ട് ഒരു വലിയ ചുഴി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ സെന്ററിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി വരുന്നു. ഇപ്പോൾ ഷിബയാണെങ്കിൽ ചിഹിരോയോട് പറയുന്നുണ്ട്, ഞാൻ ഹിനാവോയെ വിളിച്ചിട്ട് ഈ കേസിൽ കുറച്ച് റിസർച്ച് നടത്താൻ പറയാം, എന്നിട്ട് നമുക്ക് ഷോപ്പിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാനപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി ഇൻഫർമേഷൻ ചുരണ്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ഷിബ പറയുന്നുണ്ട്. ഇപ്പൊ ഈ റോഡിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഷാർ പെട്ടെന്ന് അവളുടെ ആ ഒരു തലയിലേക്ക് ആ തുണി എടുത്തിങ്ങനെ മൂടി പേടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ആ റോഡിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം വിയേഡായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു മിക്സഡ് ഫോം. ആ കൊച്ചു പെണ്ണ് ദേ മുന്നിലുണ്ടെന്ന് ഇപ്പൊ ഇവന്മാര് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് ചിഹിരോ ആണെങ്കിൽ ഞാൻ ഉടനെ അങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഒന്ന് ഹൈപ്പും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. സോ അപ്പോൾ ചാപ്റ്റർ 6ന്റെ എക്സ്പ്ലനേഷനായിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.